പാർത്ഥ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുരുതരമായിട്ടുള്ളൊരു ആരോപണങ്ങളാണ് CMRL-നെതിരെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ SFIയും ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. വിശദമായ വാദമാണ് എഴുതി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 185 കോടി രൂപയോളം അഴിമതി ഇവർ നടത്തിയിട്ടുണ്ട് CMRL എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനുവരി 20-ാം തീയതി ഇതിൻ്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും അതോടൊപ്പം തന്നെ CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുണ്ടായ പണമിടപാടിൽ വിശദമായ വാദം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നടത്തിയിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ കൂടുതൽ ഇനി വരാൻ പോകുന്ന കൂടുതൽ കാര്യങ്ങൾ? വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ആദായനിധി വകുപ്പ് അതുപോലെ തന്നെ SFIയും കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇത് ഇവർ ആദ്യമേ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോഴാണ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. 2023 ഈ കാര്യം പറഞ്ഞു. അതെ, കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡെപ്തുള്ള റിപ്പോർട്ട് കൊടുത്തത് ഇപ്പോഴാണ്. എന്താണ് ഇതിലെ യഥാർത്ഥ കാര്യം? അതായത് CMRL എന്ന് പറയുന്നത് ഒരു 1.5 കോടി രൂപയുടെയോ അല്ലെങ്കിൽ ഏകദേശം ഒരു 2 കോടി രൂപയ്ക്ക് അടുത്തോ മാത്രം അഴിമതി നടത്തിയ ഒരു സംഭവമല്ല. വീണ വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഏതെങ്കിലും തരത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നൽകാത്ത സേവനത്തിന് നമ്മളൊരു 2 കോടി രൂപ കൈക്കൂലിയായിട്ട് കൊടുത്തു. അതെ, 1.5 കോടി 2 കോടി രൂപയ്ക്ക് അടുത്ത് 1.85 അതിൻ്റെ അടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. ഇതിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ ഒരു 2 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപ കൊടുത്ത ഒരു കമ്പനി, ഇതിൽ വീണ വിജയനുണ്ട്, മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് ഇത് കൊടുത്തതെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് CMRL എന്ന് പറയുന്ന കമ്പനി ഒരുപാട് പണം ചെലവുകൾ പെരുപ്പിച്ച് കാണിക്കുകയും ബില്ലുകൾ കൃത്യമായി ഉണ്ടാക്കുകയും പെരുപ്പിച്ച് കാണിക്കുകയും അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചതിന് ശേഷം അഴിമതിപ്പണം ഇതിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ അഴിമതിപ്പണം ഈ ബില്ലിലേക്ക് ആഡ് ചെയ്യുകയും ഈ ബില്ലിലേക്ക് കൊടുത്ത അഴിമതിപ്പണം നേരെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈകളിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ബില്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്തായി? കണക്കായി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതൊരു ബ്ലാക്ക് പരിപാടി പോലെ തന്നെ നേരെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈകളിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് വലിങ്ങനെ പിടിക്കാൻ കഴിയില്ല. ഒരു കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ, അതിപ്പം SFIയും ആദായനിധി വകുപ്പും ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിച്ചത്. അങ്ങനെ കേരളത്തിലെ നേതാക്കന്മാരുടെ കൈകളിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഇതിൽ ആരൊക്കെയുണ്ട്? ഇതിൽ PV എന്ന് പറയുന്നത് ആരാണ് PV ചോദ്യമുണ്ട്. ഞാനല്ല PV എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാനല്ല PV എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല RC എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, RC ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞത് CMRL-ന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടുണ്ടാവാം, അത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ഈ പാർട്ടിക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ടാവാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഉളുപ്പുണ്ട് എന്നുള്ളതാണ്. കാരണം പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പാർട്ടി ഫണ്ടിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി കൊടുക്കാൻ കഴിയാത്ത രീതിയിലൊന്നുമില്ല, കൊടുക്കാൻ കഴിയുന്ന രീതിയിലൊന്നുമില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ മറ്റുള്ള പേരെഴുതി വെച്ച ഒരുപാട് നേതാക്കന്മാർ ആ പട്ടികയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതല്ലാതെ പേരുകൾ എഴുതപ്പെടാത്ത ഇനിയും ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇതിലേതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരിക്കും? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ CPM-ൻ്റെ നേതാക്കന്മാർ, LDF മുന്നണികളിലെ വിവിധ കക്ഷികളിലെ നേതാക്കന്മാർ, അതുപോലെ തന്നെ BJP-യിലെ നേതാക്കന്മാർ വരെ ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ SFI അന്വേഷണം നടത്തുന്നത് വേണ്ട, അതിനെ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ CMRL ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ ഈ വിശദമായ വാദം, ആരോപണങ്ങളുമായിട്ട് വിശദമായ വാദം, അതായത് മൊത്തത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല CMRL-ന്റെ മൊത്തത്തിലുള്ള അഴിമതി കണക്കാണ് ഈ കോടതിയിൽ വിശദവാദമായിട്ട് SFIയും അതുപോലെ ആദായ വകുപ്പ് എഴുതി നൽകിയിരിക്കുന്നത്. ഇതിലെന്താണ് നമുക്കറിയാലോ, ഈ കേസ് കൃത്യമായിട്ട് പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് CMRL സർവീസ് നൽകി. എന്നാൽ ആ സർവീസ് നൽകുന്നതിന് കൃത്യമായ സർവീസ് ഒന്നും നൽകാതെ തന്നെ ഇത്രയും തുക 1.72 കോടി രൂപയോളം പൈസ കൈമാറി എന്നുള്ളതാണല്ലോ ഇതിന്റെ കേസിന്റെ ഒരു കേസ് നിലനിൽക്കുന്നതിന്റെ കാരണം. പക്ഷെ ഇവിടെ CPM ഒക്കെ ആ സമയത്ത് പ്രതികരിച്ചത് നമ്മളെല്ലാവരും വലിയ ചർച്ചയാക്കിയതാണ്. കാരണം പണം വാങ്ങിയതിൽ എന്താണ് കുഴപ്പം? പണം വളരെ സുതാര്യമായ രീതിയിലാണ് ഈ പണം വാങ്ങിയിരിക്കുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ, സംസ്ഥാന സെക്രട്ടറിയൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായത്.
അല്ല, അത് മകൾ വാങ്ങിയതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം സേവനം കൊടുത്തതിനാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷെ കണ്ടെത്തൽ യാതൊരുവിധ സേവനവും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് SFI സേവനങ്ങൾ യാതൊന്നും കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ കൊടുത്ത സേവനം? കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഇത്രയും പൈസ ഉണ്ടാവും. അല്ല, രണ്ടാമത് അത് അവർക്ക് തീരുമാനിക്കാം. എനിക്കിപ്പോൾ ഇത്ര പൈസ വേണമെന്ന് ഒരാൾക്ക് തീരുമാനിക്കാമല്ലോ. ഇനി ഈ സേവനം കൊടുത്തു എന്ന് ഇവർ പറയുന്നു. അങ്ങനെ സേവനം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെയും അതുപോലെ തന്നെ CMRL കമ്പനിയും എക്സാലോജിക്കിൻ്റെ ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് സേവനം കൊടുത്തതല്ല, ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഉപദേശമാണ് ഞങ്ങൾ കൊടുത്തത്. കാരണം ഉപദേശം ഫോണിലൂടെ കൊടുക്കാം, അല്ലാതെ കൊടുക്കാം, ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ അതിനെ മാറ്റിമറിച്ചു. ഇത് ഒരു വലിയ രാഷ്ട്രീയ കുടിലതന്ത്രം എന്ന് പറയുമല്ലോ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നുള്ളതാണ്. പക്ഷെ അവിടെയും കളി നടന്നില്ല എന്നാണ്. കാരണം നമ്മളൊരു സ്ഥാപനത്തിന് ഒരു ഉപദേശം നൽകുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിയമിക്കണമെങ്കിൽ, അങ്ങനെ നമ്മളൊരു ഉപദേശക സ്ഥാനത്തൊക്കെ നിയമിക്കണമെങ്കിൽ നമ്മളത് കൃത്യമായി നമ്മൾ ആ ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രിൻ്റഡ് സാധനം, ഞാൻ ഇന്ന സാധനം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എഴുതി ഒപ്പിട്ട് അയക്കേണ്ട സാധനങ്ങളുണ്ട്, ഇന്ന സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടതുണ്ട്. മെയിൽ അയക്കേണ്ടതുണ്ട്. അതായത് ഉപദേശം എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്നത് അല്ല ഉപദേശം. കൃത്യമായി മെയിലിഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അയക്കണം. ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എവിടെ എന്നായിരുന്നു ചോദ്യം. അതും കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? എക്സാലോജിക്കിൻ്റെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ എക്സാലോജിക്ക് അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന പോലെ സകലമാന പ്രശ്നങ്ങളും ഉടലെടുത്തത്. കേന്ദ്രം ഹൈക്കോടതിയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട്. അതായത് ഇത്തരത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ അന്വേഷിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്? SFIOയ്ക്കുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പോലും ഇടപെടാൻ, അതായത് ആദ്യഘട്ടത്തിലോ ഈ ഒരു ഘട്ടത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്നും കൂടി ആര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്? കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ SFIOയുടെ പിന്നെ ഈ പറയുന്ന CMRLൻ്റെ ഹർജി ഹൈക്കോടതി തള്ളും, ഡൽഹി ഹൈക്കോടതി തള്ളുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തള്ളുമെന്ന് മാത്രമല്ല, ഇത് ഒരു തരത്തിൽ വായിൽ കോലിട്ട് കുത്തി എന്ന് പറയാം നമുക്ക്. അതായത് ഇതുവരെ SFIO പുറത്തു വിടാതിരുന്ന റിപ്പോർട്ടുകൾ പോലും ഇപ്പൊ പുറത്തു വിട്ടു. അതെ, അത് ഇതും കിട്ടാത്ത പൂർണ്ണമായും, അതെ, പൂർണ്ണമായും ഇവർ പുറത്തു വിട്ടു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു അന്വേഷണം ക്വാഷ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്താണ്, സ്റ്റേ വാങ്ങുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇവർ പോയപ്പോഴാണ് ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇവർക്ക് ഇത് കൊടുക്കേണ്ടി വന്നത്. ഇത്രയും കാലം ഇതെടുത്ത് വെച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം ഇപ്പുറത്തുണ്ട്. PVക്ക് കൊടുത്തു, മറ്റുള്ള ആളുകൾക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും വിളിച്ച് ചോദ്യം ചെയ്യാത്തത് ചോദ്യമില്ലേ? അതെ അതെ, നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്യു കുഴനാടൻ MLA ഒക്കെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകള് ടാക്സ് കൃത്യമായിട്ട് അടച്ചു എന്നാണ് CPMൻ്റെ ഒക്കെ വാദം. എന്നാൽ അത് വളരെ പച്ചക്കള്ളമാണ്. ടാക്സ് അടച്ചിട്ടില്ല. വാങ്ങിയ സർവീസിന് എത്രയാണോ തുക വാങ്ങിയത് അതിനനുസരിച്ചുള്ള ടാക്സ് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ധനകാര്യമന്ത്രി സഭയിൽ കള്ളം പറഞ്ഞു. വലിയ പ്രശ്നമാണത്. കാരണം അതിനെതിരെ, അതായത് നമ്മൾ ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാതിനിധ്യ സഭയിൽ ആണ് ഈ ധനകാര്യമന്ത്രി ഇത്തരത്തിലൊരു വലിയ കള്ളം പറഞ്ഞിരിക്കുന്നത്. അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്ത് മന്ത്രിക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ. പക്ഷേ മന്ത്രി പറഞ്ഞത് ധനകാര്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് സത്യമാകും എന്നുള്ളൊരു ധാരണ കൊണ്ട് അങ്ങനെ മന്ത്രിയെ ചട്ടം കെട്ടി പറയിപ്പിച്ചാണ് എന്ന് കൂടെ പുറത്തു വന്നു. അതിൻ്റെ കൃത്യമായ തെളിവുകൾ ആര് പുറത്തു വിട്ടു? മാത്യു കുഴൽനാടൻ പുറത്തു വിട്ടു. അപ്പോൾ ഇതിൽ വലിയ ആളുകളിലേക്കാണ് അന്വേഷണം പോകുന്നത്. CPMൻ്റെ പിണറായി വിജയനിലോ അല്ലെങ്കിൽ വീണ വിജയനിലോ, ഇനി അതുമല്ല നേതാക്കന്മാരിലോ മാത്രം നിൽക്കുന്നതല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് കൂടി ആര് കൊടുത്തിട്ടുണ്ട്? ഇവർ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള നേതാക്കന്മാർ, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ. ആരൊക്കെയാണ് അവർ? ഇവരൊക്കെ ഒരു രക്ഷയുമില്ലെങ്കിൽ ഇവരൊക്കെ കുടുങ്ങുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഇത്രയും സാധനങ്ങൾ കൊടുത്ത സ്ഥിതിക്ക് ഇവരെയൊന്നും വിളിച്ച് ചോദ്യം ചെയ്യാതിരിക്കാനും പറ്റില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതെന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ആളുകൾ നട്ടോട്ടത്തിലാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 20-ാം തീയതിയത്തെ വിധി എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയായിരിക്കും. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. തീർച്ചയായും.